മലബാർ +1 പ്രവേശനത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ആയിരക്കണക്കിന് കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. വിഷയത്തിൽ ഇന്ന് KSUവിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മുടെ അറിവനുസരിച്ച് ഒരുപാട് കുട്ടികൾക്ക് +1 പ്രവേശനം ലഭിക്കാതെ പോകുമോ? എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ പ്രതിസന്ധിയാണ് എന്ന് വേണം കരുതാൻ. കാരണം കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിരവധി കുട്ടികൾ, അതായത് ഉപരിപഠനത്തിന് യോഗ്യത കിട്ടിയ നിരവധി കുട്ടികൾക്ക് +1 പ്രവേശനം ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ മറ്റ് സമാന്തര വിദ്യാഭ്യാസത്തിലേക്ക് പോകേണ്ട സാഹചര്യമാണുള്ളത്. അധിക സീറ്റ് നൽകുന്നൊക്കെ സർക്കാർ പറഞ്ഞെങ്കിലും ഫലത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ തന്നെയാണ്. നമുക്ക് മലപ്പുറം ജില്ലയിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ ജില്ലയിലെ മെറിറ്റ് സീറ്റുകൾ 50,080 പക്ഷേ എന്നാൽ ഇതിനകം പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 50,036. ഇനി അവസരം ലഭിക്കാനുള്ള വിദ്യാർത്ഥികൾ അത് 32,410. ഇത് ഒരു ജില്ലയിലെ കണക്കാണ്. സമാനമായ സാഹചര്യം, ഇത്രയും കൂടുതലല്ലെങ്കിൽ പോലും കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലുമെല്ലാം സാഹചര്യം ഇതാണ്. ഏതാണ്ട് അനൗദ്യോഗികമായി ലഭിക്കുന്ന കണക്ക് പ്രകാരം 50,000-ന് മുകളിൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ്. മാത്രമല്ല ഇനിയുള്ള മെറിറ്റ് സീറ്റുകൾ വളരെ കുറവുമാണ്, അപര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും നടക്കുന്നുണ്ട്. ഇന്ന് KSUവിൻ്റെ കളക്ടറേറ്റ് മാർച്ച് കോഴിക്കോട് നടക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എസ് കെ എൻ. പക്ഷേ ഏതായാലും അടിയന്തരമായി ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടേണ്ടത് അനിവാര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ ഇടപെടുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഫലത്തിൽ ഇപ്പോഴും മലബാറിലെ +1 സീറ്റ് പ്രവേശനം ഒരു വലിയ പ്രതിസന്ധിയായി തുടരുകയാണ് എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം.